വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വടക്കാഞ്ചേരി സംഘത്തിൽ നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ, ബിസിനസ് ലോൺ, ഗോൾഡ് ലോൺ, ഹൗസിംഗ് ലോൺ, MDS അഡ്വാൻസ് ലോൺ, വാഹന വായ്പ എന്നിങ്ങനെ എല്ലാത്തരം വായ്പകളും നൽകുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോൺടാക്ട് 048842344024. ചിട്ടയായ സംഘടനാ പ്രവർത്തനം പോളിംഗിൽ ഗുണം ചെയ്തുവെന്നും ആലത്തൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി PN സുരേന്ദ്രൻ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ 181 ബൂത്തുകളിലും നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. LDFന് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യുവാൻ ആവശ്യമായ സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ വടക്കാഞ്ചേരിയിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് PN സുരേന്ദ്രൻ പറഞ്ഞു. LDFന് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും ഉറപ്പാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാ ബൂത്തുകളിലും നടത്തിയിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുവെന്നും വടക്കാഞ്ചേരിയിലും അത് ദൃശ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് K. രാധാകൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ 181 ബൂത്തുകളിലും നല്ല രീതിയിലുള്ള പോളിംഗാണ് നടന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ മിഷണറി പ്രവർത്തനം നല്ലതുപോലെ ഇന്നലെ ഇലക്ഷൻ ദിവസം സംഘടിപ്പിക്കാനും എല്ലാ ഇടതുപക്ഷത്തിൽ ലഭിക്കാവുന്ന വോട്ടുകളും പോളിംഗ് സ്ക്വാഡുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടുകളും ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകൾ, സംഘടനാ തയ്യാറെടുപ്പുകൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നിലപാടുകളിൽ ജനങ്ങൾക്ക് നല്ല പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമായി ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ കാണുകയാണ്, ആലത്തൂരിൽ കാണുകയാണ്. അതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലും അത് നമുക്ക് ദൃശ്യമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ചില ബൂത്തുകളിൽ ഈ വോട്ടിംഗ് മെഷീൻ്റെ ഡിലേ ഉണ്ടായിട്ടുണ്ട്. VVPAT മെഷീൻ പാറ്റ് അതിൻ്റെ സ്ലിപ്പ് 7 സെക്കൻഡ് വരെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പല ബൂത്തുകളിലും രാത്രി 9:30-10 മണി വരെ ചില ബൂത്തുകളിലൊക്കെ തന്നെ പോളിംഗ് നീളാൻ ഇടയായിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ തന്നെ പരിചയക്കുറവ് അതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ചൂട് സഹിച്ചു പോലും ജനങ്ങൾ എത്ര ക്യൂ നിന്നാലും ഞങ്ങൾ വോട്ട് ചെയ്തേ പോകൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള സമീപനം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ആദ്യഘട്ടത്തിൽ ചില ആളുകളൊക്കെ തന്നെ പോയി പിന്നെ അതിന് ശേഷം തിരിച്ചു വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരു വോട്ട് പോലും പാഴായി പോവാതെ വോട്ട് രേഖപ്പെടുത്താൻ, ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. VCV ന്യൂസ് വടക്കാഞ്ചേരി.